ടി.പി. കേസ് പ്രതികളോട് വീണ്ടും സർക്കാരിന്റെ കരുതൽ. കേസിലെ 3 പ്രതികൾക്ക് പരോൾ നൽകാനാണ് നിലവിൽ സർക്കാർ നീക്കം. പരോൾ അനുവദിക്കാനുള്ള ജയിൽ വകുപ്പിന്റെ കത്ത് വിവാദത്തിലായിട്ടുണ്ട്. പ്രതികൾക്ക് അവധി നൽകാനുള്ള സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാനാണ് ജയിൽ സൂപ്രണ്ടുമാർക്കുള്ള കത്ത്. കത്തിൽ അസ്വാഭാവികതയില്ല എന്ന് ജയിൽ വകുപ്പ് വിശദീകരിക്കും. ഇക്കഴിഞ്ഞ 25-ന് ജയിൽ വകുപ്പ് ആസ്ഥാനത്ത് നിന്ന് സംസ്ഥാനത്തെ ജയിൽ സൂപ്രണ്ടുമാർക്ക് ലഭിച്ച കത്താണ് വിവാദത്തിലായത്. ടി.പി. കേസ് പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിജിത്ത് എന്നിവർക്ക് അവധി ആനുകൂല്യം നൽകിയാൽ ഒരുക്കേണ്ട സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് കത്തിന്റെ ഉള്ളടക്കം. മാത്രമല്ല, ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കത്ത് അയക്കുന്നതെന്നും വിശദീകരിക്കുന്നുണ്ട്. ഇതോടെ ടി.പി. കേസ് പ്രതികളുടെ കാര്യത്തിൽ സർക്കാരിന് പ്രത്യേകം താൽപര്യമുണ്ടെന്ന് വ്യക്തം. മാത്രമല്ല, പ്രതികളുടെ പരോളും ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട നടപടികൾ സാധാരണ താഴെത്തട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് നേരെ തിരിച്ചാണ്. ജയിൽ ആസ്ഥാനത്ത് നിന്നാണ് നടപടികളുടെ തുടക്കം. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമെന്ന് കത്തിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും രേഖാമൂലം സന്ദേശമുള്ളതായി പറയുന്നില്ല. ഇതോടെ കത്തിന്റെ നടപടികൾ അപ്പാടെ ദുരൂഹമാവുകയാണ്. മാത്രമല്ല, പ്രതികൾ കഴിയുന്ന ജയിലുകളിലെ സൂപ്രണ്ടുമാർക്കാണ് കത്തയക്കേണ്ടത്. ഇത് എല്ലാ സൂപ്രണ്ടുമാർക്കും കത്തയച്ചിരിക്കുന്നു. കത്ത് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതെന്ന സംശയമാണ് ഇതോടെ ഉയരുന്നത്. മറ്റൊരു ആരോപണം ടി.പി. കേസിലെ പ്രതികളെ സാന്ത്വനിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള സർക്കാർ നടപടിയെന്നാണ്. പരോൾ നൽകാനും ശിക്ഷാളവ് നൽകാനും സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് ടി.പി. കേസ് പ്രതികളെ ബോധ്യപ്പെടുന്നതിന്റെ ഭാഗമെന്നാണ് ആരോപണം. എന്നാൽ തലശ്ശേരി ഇരട്ടക്കൊലപാതക കേസിന്റെ പശ്ചാത്തലത്തിലാണ് കത്ത് തയ്യാറാക്കിയതെന്നാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം. കത്തിൽ അസ്വാഭാവികതയില്ല. കേസിൽ ടി.പി. കേസ് പ്രതികളും ഉൾപ്പെട്ടിരുന്നു. ഇവരടക്കമുള്ളവരെയാണ് കോടതി RSS പ്രവർത്തകരെ കൊന്ന കേസിൽ വെറുതെ വിട്ടത്. അതുമായി ബന്ധപ്പെട്ട ശിക്ഷ ഇളവിന്റെ കത്തിടപാടെന്നാണ് വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.